നമുക്ക് ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്ത് ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് തോന്നുന്നു നമ്മൾ ബീഫോ മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മീൻസ് ഈവൻ മാങ്ങ വരെ നമ്മൾ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ഉറുമ്പ് വന്നിട്ട് ഉറുമ്പും എല്ലാം കൂടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കിച്ചണിൽ നമ്മളിതൊന്നും ചെയ്യാറില്ല, ഇങ്ങനത്തെ പണികളൊന്നും കേട്ടോ. മീൻ മുറിക്കലും ഇങ്ങനത്തെ കട്ട് ചെയ്യണതൊക്കെ മിക്കതും പുറത്തുനിന്നാണ് ചെയ്യുക. എന്തെങ്കിലും ഇപ്പോൾ ഈവൻ തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ച് നേരം തേങ്ങ അവിടെ വെച്ചാൽ അപ്പം തന്നെ ഉറുമ്പ് വരും. അപ്പോൾ പ്രാണികളൊക്കെ വരുന്നതാണ്. അത് ഈ ഒരു കാലാവസ്ഥയുടെ അറിയില്ല. അപ്പോൾ ഞാനിവിടെ പുറത്ത് വെച്ചിട്ടാണ് ബീഫ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൂച്ച അപ്പുറത്തൂടെ പോകുന്നുണ്ട്, കാക്കകളൊക്കെ അവിടെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ വോയിസ് കൊടുത്തിട്ടില്ല. പിന്നെ ബീഫ് മുറിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ എന്താ കട്ടാവാത്തതെന്ന് നോക്കണ്ട, കാരണം ഫ്രഷ് ബീഫ് ആയതുകൊണ്ട് ഭയങ്കര ഒരു പാട്. ഈ ബീഫിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഐസായ ബീഫ് പെട്ടെന്ന് നമുക്ക് മുറിക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ടുള്ള ബീഫ് മുറിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ബീഫാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് കഴുകിയെടുത്ത് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഞാൻ മുമ്പ് ഈ ഒരു റെസിപ്പി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടൊരു കാര്യമാണ് ബീഫിൽ ഉലുവ ഇടുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ, ഇഞ്ചി വേണമെങ്കിൽ ചേർത്തോളൂ. പിന്നെ പച്ചമുളക്, അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, 2-3 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. നല്ല മസാല വേണമെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 2 ചെറിയ ടീസ്പൂണ് ഉലുവ. ഈ ബീഫും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഒത്തിരി പേര് ഉലുവ ഇടാറില്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അത് ഷെയർ ചെയ്തപ്പോൾ പലരും പറഞ്ഞു ബീഫിൽ ആരെങ്കിലും ഉലുവ ഇടുമെന്നൊക്കെ. പക്ഷെ നമ്മളിവിടെ ബീഫിൽ ഉലുവ ഇല്ലാഞ്ഞാൽ നമുക്കത് ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊന്നും പറ്റില്ല. ഉലുവ ഇട്ടിട്ടുള്ള ബീഫ് വല്ലാത്തൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമാണ്. അപ്പം എല്ലാം കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ കിടന്ന് വെന്തോളും. അതുപോലെ പ്രഷർ കുക്കറിലാണ് നിങ്ങളിത് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു മണവും ഈ ഒരു അടുപ്പത്ത് വെച്ചതിൻ്റെ മണം അത് ഡിഫറെൻ്റ് തന്നെയാണ്. അത് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസവും മണത്തിൻ്റെ വ്യത്യാസമൊക്കെ കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വൈബാണ് ഈ അടുപ്പ് കത്തുന്നത് കാണാനൊക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇതാ നമ്മുടെ ബീഫ് റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു, ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വറവിട്ടിട്ട് നമുക്കതിലോട്ട് ബീഫ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുരുമുളക് ഞാൻ ഇട്ടിട്ടില്ല, കുരുമുളക് പൊടി നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില അതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീഫ് ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ഫ്രൈ ആക്കാൻ, ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല മസാലയോട് കൂടിയിട്ടുള്ള ബീഫാണ്. പിന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ യുഎയിലായ സമയത്ത് പറയാറുണ്ട്, ബീഫ് നന്നായാലേ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് മസാലയാണെങ്കിലും ആ ബീഫിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബീഫ് നമ്മൾ വാങ്ങിക്കുമ്പം ഇളയ ബീഫായിരിക്കണം, അതുപോലെ നോക്കിയും കണ്ടും വാങ്ങിക്കണം. നമ്മൾ ഇവിടെ പറയാറുണ്ട് അകമാന്ത ഇറച്ചി എന്നൊക്കെ പറയും, അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റേത് നാരുണ്ടാവും നന്നായിട്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അകമാന്ത എന്ന് പറയാം, അതിന് എന്താണ് വേറെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ബീഫൊക്കെ റെഡിയായി. പിന്നെ കറികളായിട്ട് തലേ ദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്ക് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ്. ഇതിൻ്റെ കളർ നോക്കിയിട്ട് ഇതാക്കേണ്ട, കാരണം നമ്മൾ കുരുമുളക് പൊടി ഒരുപാടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, നമുക്കധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ തൈര്, അത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്, നമ്മൾ പാൽ ഇവിടെ വാങ്ങിക്കാറ് തൈര് ഉണ്ടാക്കാനാണ് കൂടുതലും. അപ്പോൾ പിന്നെ ചിരങ്ങ താളിച്ചത്, പപ്പടം, ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനുകൾ. ഇന്ന് ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബീഫ് കണ്ടില്ല, നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതപ്പം തന്നെ തീർന്നു, വൈകുന്നേരം ആയപ്പോഴേക്കും തീർന്നു കേട്ടോ. 1 കിലോ ബീഫ് നമ്മളെല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.